ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോറും മുൻപേ എന്നതിൻ്റെ പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ അലീന നമ്മുടെ രേവതി കുട്ടിയെ അവിടെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് തന്നെയാണ് കൊണ്ടുവന്നാക്കുന്നത്. അവര് വലിയ ഗൗരവവും ദേഷ്യമൊക്കെ പുറത്ത് കാണിച്ചെങ്കിലും വീട്ടിലേക്ക് ചെല്ലുമ്പോഴായിരിക്കും അവരുടെ സ്നേഹം ശരിക്കും അവർ രണ്ടുപേരും തിരിച്ചറിയാൻ പോകുന്നത്. അങ്ങനെ അവിടെ എത്തുന്ന അലീനയ്ക്കും നമ്മുടെ രേവതിക്കും താമസിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ നല്ലൊരു മുറി തന്നെയാണ് കൊടുക്കുന്നത്. ആ വീട്ടിലാണെങ്കിൽ 7 ബെഡ്റൂം തന്നെയുണ്ടെന്ന് ആ സ്ത്രീ പറയുന്നുണ്ട്. തന്നെയല്ല, ഇത്രയും വലിയ റൂം, അപ്പോൾ AC ഉണ്ട്, അതുപോലെ കബോർഡ്, ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ആ ഒരു റൂമിലുണ്ട്. ഇത്രയും വലിയ റൂമൊന്നും വേണ്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ചെറിയൊരു മുറിയായാലും മതി എന്ന് അലീന പറയുന്ന സമയത്ത്, അതെ, ഇവിടെ താമസിക്കുന്നത് എല്ലാവരും മനുഷ്യരാണ്, പിന്നെ എന്തിനാ നിങ്ങൾക്ക് മാത്രം ചെറിയൊരു മുറി? നിങ്ങൾ ഈ റൂമിൽ താമസിച്ച് രണ്ടുപേരും ഈ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോളണം. നാളെ തുടങ്ങി ഇത് അലീനയുടെ രേവതിയുടെ മുറിയാണ് എന്ന് ഗ്രേസി ആൻറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗ്രേസി അവിടെ നിന്നും പോകുന്നതിന് മുൻപ് ഡ്രസ്സ് മാറാനുള്ള ബെഡ്ഷീറ്റൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡ്രസ്സ് വേണമെങ്കിൽ കബോർഡിലുണ്ട്, വാഗുള്ളത് ഇട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ അലീനയോട് നമ്മുടെ രേവതി പറയാണ്, എന്താ ഇത് ചേച്ചി, ഇത്രയും വലിയ റൂമോ? ഇതൊക്കെ ഞാൻ ഇതുവരെ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ, ഇതൊക്കെ സ്വപ്നമാണോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. അപ്പം എല്ലാം മോളെ, എന്തായാലും പുറമെ അവർ ദേഷ്യം കാണിക്കുമെങ്കിലും ചിലരുടെ മനസ്സ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അലീന പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ക്കാനൊക്കെ പോവുകയാണ്. അതിനുശേഷമാണെങ്കിലും പിറ്റേ ദിവസം അലീന വീട്ടിലേക്ക് പുറപ്പെടുകയാണ്, അതായത് മമ്മിയുടെ അരികിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അലീന രേവതിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവരെന്തെങ്കിലും പറഞ്ഞാലും അഥവാ അതിന് ശമ്പളത്തിൽ കുറഞ്ഞു പോയാലും സ്വന്തം അപ്പനെയും അമ്മയെയും നോക്കുന്നത് പോലെ നീ അവരെ നോക്കണം. അലീനെ കൊണ്ടുവന്നാക്കിയ കുട്ടി നല്ല കുട്ടിയാണ് എന്ന് നീ അവരെ കൊണ്ട് പറയിപ്പിക്കണം, അന്നാ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസി അവിടേക്ക് വന്നിട്ട് പറയാണ്, അതെ, നിനക്ക് ബസ്സിന് പോകാൻ പൈസയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയാണ്. എന്തായാലും മാമച്ചായൻ നിന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വിടും എന്ന് പറയുമ്പോൾ, അയ്യോ അതൊന്നും വേണ്ട എന്ന് പറയാണ്. അതെന്ത് വേണ്ടാത്തത്? അത് കുഴപ്പമൊന്നുമില്ല, മാമച്ചാൻ കൊണ്ടുപോയി നിട്ടോളും എന്ന് പറഞ്ഞിട്ട് 500 രൂപയുടെ കുറച്ച് നോട്ട് അവളുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് നീട്ടുകയാണ്. അപ്പോൾ അവൾ വേണ്ട എന്ന് അലീന പറയുന്ന സമയത്ത്, അത് സാരില്ല, നീ എന്തായാലും ഇവിടെ ആക്കിയിട്ട് പോകുന്നതല്ലേ, അത് നീ കയ്യിൽ വെച്ചോ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് തന്നെയാണ് ആ സ്ത്രീ അലീനയുടെ കയ്യിൽ പൈസ വെച്ച് കൊടുക്കുന്നത്. അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴേക്കും മാമച്ചായനെ വിളിച്ചു വരുത്തുകയാണ്. ഇവിടെ അവിടെ കൊണ്ടുവന്നാക്കി എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഡ്രൈവറുണ്ട്, ആ ഡ്രൈവർ കൊണ്ടുവന്നാക്കിയാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് മാമച്ചായൻ. അപ്പോൾ ആ സമയത്ത് അത് വേണ്ട, എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നാക്കിയാൽ ഇവർ അവളെ അങ്ങോട്ട് വലിച്ചെറിയല്ല ചെയ്തത്, ഇവിടെ വന്ന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടാണ്, അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം നമ്മളും കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ നല്ലൊരു സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവിടെയൊന്നും പോകുന്നുണ്ട് അലീന. അതേ സമയത്താണെങ്കിൽ ഇവിടെ ബ്രിജിത്താമ്മ ഒന്ന് വീണിട്ടുണ്ട്. ആരും വിളിച്ചിട്ട് കേൾക്കാതെ സിസിലി എന്ന് പറയുന്ന സിസ്റ്ററെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. പക്ഷേ ആ സ്ത്രീ അത്രയങ്ങ് ശ്രദ്ധിച്ചില്ല. ഇത്തിരി വെള്ളം കിട്ടാൻ വേണ്ടി പതുക്കെ അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ താഴത്തേക്ക് വീഴുകയാണ്. അങ്ങനെ അവിടെ നിന്നും നമ്മുടെ ഒരു സിസ്റ്റർ വന്നിട്ട് ആണ് അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോഴേക്കും അലീന അവിടെ എത്തുന്നുണ്ട്. അലീനയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അവിടെയുള്ള എങ്ങനെയാണ് അവരുടെ സ്വഭാവം കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, രേവതിക്കുട്ടിക്ക് സുഖമായിരിക്കും അവിടെ എന്നൊക്കെ പറഞ്ഞങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ മുത്തശ്ശൻ മരണപ്പെട്ടു എന്നറിഞ്ഞ് നമ്മുടെ മനു അവിടേക്ക് വരികയാണ്. മനു കരഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടേക്ക് വരുന്നത് ബാംഗ്ലൂരിൽ നിന്നും. അപ്പോൾ ഈ ഒരു വാർത്ത പേപ്പറിൽ കണ്ടുകൊണ്ട് അലീന ഓടിച്ചെല്ലുകയാണ് മമ്മിയുടെ അരികിലേക്ക്. മമ്മി അത് കണ്ട് ആകെ വിഷമിക്കുന്നുണ്ട്. എന്തായാലും ഈ മുത്തശ്ശൻ്റെ ഈ ഒരു മരണ വാർത്ത ബ്രിജിത്താമ്മയ്ക്ക് അതൊരു വലിയൊരു ഷോക്ക് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് വളരെ വെപ്രാളവും കാര്യങ്ങളൊക്കെ ആക്കുകയാണ്. അങ്ങനെ അലീന പറയുന്നുണ്ട്, മമ്മി എന്താ പറ്റിയത്, മമ്മിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, അവരെന്നെ ICUവിൽ കയറ്റും എന്നിങ്ങനെ മമ്മി പറയുകയാണ്. എന്തായാലും മമ്മിയുടെയും മരണം അടുത്ത് തന്നെയാണ്. മമ്മി അതോടുകൂടി മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അലീനയും പിന്നെ നമ്മുടെ രേവതി പോയ സ്ഥലത്ത് നിന്ന് അവിടെയും വരികയാണ്. അങ്ങനെ അവർ നല്ല രണ്ടുപേരും ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് മമ്മിയെ ഈ പരലോകത്തു നിന്നും യാത്ര അയക്കുന്നത്. അതേ സമയത്താണെങ്കിൽ ഈ വാർത്ത കേട്ടിട്ട് എന്നോണം രേവതിയെ അടുക്കളയിൽ കയറ്റാതെ നീ അപ്പുറത്തോട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസി ആൻറ്റി രേവതിയോട് ദേഷ്യപ്പെട്ടു. രേവതിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ആ സമയത്ത്. അങ്ങനെയൊക്കെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക് യു.